ഹായ് ഐസ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മളിന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു. ലുലു ഡെയിലി ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് അവിടേക്ക് അപ്പോൾ നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നേരെ എലക്ട്രോൺ സിറ്റി തന്നെയാണ് M5 മാള്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെയാണ്, നിയർലി ഒരു 1 to 2 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ നേരെ പോയി ഈസിൻ്റെ മൂസ് മാമനും ഇതിൻ്റെ കാർ സീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാർ സീറ്റിലാണ് ഇപ്പോൾ വെക്കാറ്. ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. പുള്ളിക്ക് ഇതാണ് ഇഷ്ടം. കൈമിൽ നമ്മൾ അധികം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നു. ആടുകപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ കാറ് പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് എടുത്തിട്ട് നേരെ എല്ലാവരും മിഥുനും കൂടി കയറാണല്ലോ. അപ്പം മിഥുനും കൂടി വന്നിട്ട് നമ്മൾ നേരെ മാളിലേക്ക് പോകുന്നുണ്ട്. M5 മാളിൽ ലുലു ഡെയിലി വരാൻ നമ്മളും കുറേ ആയി കാത്തിരിക്കുന്നു. അപ്പോൾ അത് ഇന്ന് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ പോകാൻ ഇന്ന് 3 ദിവസത്തേക്ക് എന്തൊക്കെയോ 50% ഓഫറൊക്കെ ഉണ്ടെന്നൊക്കെ, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. എന്താണ് അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റാക്കി എന്തെങ്കിലും അവിടെ നിന്ന് കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാം അങ്ങനെയൊക്കെ തീരുമാനിച്ച് നമ്മൾ വിട്ടയാണ്. ഗൈസ് നമ്മൾ ലുലു ഡെയിലി എത്താനായി. ഇത് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള പുതിയ M5 മാളാണ്. അപ്പോൾ ആടെയാണ് ഇന്ന് ലുലു ഡെയിലിയുടെ ഓപ്പണിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചു. അങ്ങനെ നമ്മൾ M5 മാളിലെത്തി. ഇന്ന് ലുലു ഡെയിലിൻ്റെ ഇനോഗ്രേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ബേസ്മെൻറ്റ് 2ലാണ് നമുക്ക് കിട്ടിയത്. അതും നല്ല ടൈം എടുത്തു നമുക്ക് ബേസ്മെൻറ്റ് 2ലേക്ക് എത്താൻ തന്നെ. അത്രയും തിരക്കായിരുന്നു, വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. ഈ നമ്മൾ സ്റ്റോളറേക്ക് ഇട്ട് പുള്ളി ഉറങ്ങുന്നായിരുന്നു കാർന്ന്. പിന്നെ ഇപ്പം നമ്മൾ എടുത്തപ്പോൾ കുറച്ച് എണീച്ചു. That you should go and find out what is the difference between other supermarket, other hypermarket. That is your duty to find out. Thank you very much. Yes, we are coming with 3-4 new projects, and we will announce at the time when the time of inauguration. Thank you very much. Yes, we will come. Don't worry. Thank you. അങ്ങനെ നമ്മൾ ലുലു ഡെയിലിയിലെത്തി. നേരെ ഇനോഗ്രേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്തൊക്കെ ഐറ്റംസാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓഫേഴ്സിൻ്റെ പുതിയൊരു ചാർട്ട്, ലോഞ്ച് ഓഫേഴ്സ്
പറ എന്തെല്ലാം മുസ്ലിം ഫ്ലവർ ഗ്ലൈസ് 199. ഇവിടെ കൊഞ്ചല് കിലോന് 350 രൂപ. ഭയങ്കര തിരക്കാണ് കാര്യം. ആദ്യത്തെ യുവിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം നോക്കട്ടാ, എന്തൊക്കെ ഇതിനകത്ത് വേണ്ടേ. സെർലാക്ക് വേണോ ലാക്ടോജന് വേണോ എന്നാണ് യുവിൻ്റെ സംശയം. എന്താ വേണ്ടി എനിക്കെന്താ വേണ്ടി യു? നല്ല വിലക്കുറവിൽ കുറേ ഐറ്റംസൊക്കെ കണ്ട് നമ്മൾ. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഓണിയനും തക്കാളിക്കൊക്കെ 9 രൂപയിലുള്ള സ്റ്റാർട്ടിംഗ് എല്ലാം വേണം. നമ്മളും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ആവശ്യത്തിന് സാധനങ്ങളെല്ലാം നോക്കി ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ മിനിമലായിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഈ അമ്മേനെ തിരിച്ചു കിട്ടിയാൽ മതി. ഫ്രഷിൽ പോണ്ടോ? കുറേ നേരമായി. എന്തെങ്കിലും എനിമി വരുമ്പോ അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഹൈ ക്വാളിറ്റി അണ്ടിപ്പരിപ്പുണ്ട് ലുലുവില്. ഹൈ ക്വാളിറ്റിയാ? ടേസ്റ്റ് ഒക്കെ തരുന്ന ദിവസം അപ്പാടും ചോദിക്കും മലയാളിയാണെന്ന്. ഹൈ ക്വാളിറ്റി അത് മനസ്സിലായേ ഊസോ? ഹൈ ക്വാളിറ്റി അത് മനസ്സിലാകാൻ വേണ്ടി തിരുവന്ന് നിൽക്കണം. എന്നിട്ട് ഞങ്ങൾ ഫിഷ് വാങ്ങുന്ന സെക്ഷനിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെല്ലാ ഫിഷും നോക്കി ഇഷ്ടപ്പെട്ട കുറച്ച് ഫിഷെല്ലാം വാങ്ങി. പക്ഷെ നല്ല തിരക്കായിരുന്നു ഫുള്ള്. നമുക്ക് മീൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ തന്നെ നല്ല ടൈം എടുത്തു. കുറേ വെയിറ്റ് ചെയ്തു എന്നിട്ടൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര തിരക്കാണ് ഫുള്ളായി. എന്നാ വേണ്ടേ? അവിടെ നമ്മൾ നേരെ പോയത് അവിടെയുള്ള ഫുഡ് സെക്ഷനിലേക്കായിരുന്നു. അവിടെ കുറേ സ്വീറ്റ്സും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് സ്വീറ്റ്സും പിന്നെ അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു. പിന്നെ നേരെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. ബില്ലിംഗ് സെക്ഷനിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടാണ് അതൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റ് വന്ന് നമ്മളെ റിമോട്ട് കാർ ഓടിക്കണമെന്നായിരുന്നു ആഗ്രഹമുള്ളത്. അപ്പോൾ നേരെ ആ റിമോട്ട് കാർ എടുത്തു, ഡ്രൈവൊക്കെ ചെയ്ത് വന്ന് ഈസിനെ കുറച്ച് കളിപ്പിച്ചതിനെ കൊണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഓൾ.